ദിവസമായി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്. എവിടെയാന്ന് പോലും അറിയാറില്ല. പോകുമ്പോ നീ ഒന്നും പറഞ്ഞില്ലേ? അതൊക്കെ പറയാതായിട്ട് എത്ര നാളായി. ചിലപ്പോൾ രാത്രിയിൽ വന്ന് കയറും, ഉച്ചവരെ കിടന്നുറങ്ങും. എഴുന്നേക്കുമ്പോൾ വല്ലതും കഴിച്ചാലായി. പിന്നെ ഇറങ്ങിപ്പോകുന്ന കാണാം. എന്നോട് മിണ്ടാറ് തന്നെയില്ല. വല്ലതും അങ്ങോട്ട് ചോദിച്ചാ മുക്കി മൂളിയും വല്ലതും പറഞ്ഞാലായി. അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കരുത് അപ്പു. അവർക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഒക്കെ ശരിയാവുന്നേ. ഞാൻ വരട്ടെ. മറവിയുടെ പുകമറയ്ക്കുള്ളിൽ എവിടെയോ മറഞ്ഞു പോയിരിക്കുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ തിരച്ചിൽ എന്നെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ലല്ലോ. ഈ പൊരുളറിയാത്ത അലച്ചിലും അശാന്തിയും ഒരു നിയോഗമാകാം. ഇരുട്ടിൽ തപ്പിത്തടയാൻ വിധിക്കപ്പെട്ടവന് കൂട്ടായി വെറുതെ കണ്ണു ചുമന്ന കുറേ നക്ഷത്രങ്ങളും വീശിയടിച്ചു പോകുന്ന തെക്കൻ കാറ്റും മാത്രം.
അയ്യോ 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 കുഞ്ഞെ, എന്നെ ഒന്നും ചെയ്യരുത് കുഞ്ഞെ. കുഞ്ഞെ, താനെന്തിനാ ഓടിയത്? എന്നെ അന്വേഷിച്ച് നടക്കാമെന്ന് അറിഞ്ഞു. എന്തിന്? ഞാൻ പറയാം, എല്ലാം പറയാം. ഒന്നും അറിഞ്ഞോണ്ടല്ല, അങ്ങനെ പറ്റിപ്പോയതാ. നീയോ? അത് നീയായിരുന്നു? നീയായിരുന്നു ഒറ്റ കൊടുത്തതല്ലേ? എത്ര നാളായി നിന്നെ ഞാൻ തിരക്കണു. ഒടുവിൽ നീ എന്റെ കയ്യിൽ വന്ന് വീണു അല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലരുത്, ഞാൻ എല്ലാം പറയാം. കരുതിക്കൂട്ടി ചെയ്തതല്ല, അങ്ങനെ പറ്റിപ്പോയതാ. ആ നശിച്ച സമയത്ത് ഞാനെല്ലാം പറയാം. അതിനുശേഷം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഊരിറക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഊരിറക്ക്. ശേഖരേട്ടന് വലിയ വിശ്വാസമായിരുന്നു എന്നെ. അങ്ങയുടെ പല രഹസ്യങ്ങളും എനിക്കറിയാമായിരുന്നു. എന്നിട്ടും അതൊന്നും ചീത്തയായിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരിക്കൽ കുടിച്ച് ബോധം കെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവനും അവളായിരുന്നു, എൻ്റെ സുമതിക്കുട്ടി. മോനറിയുമോ, അവളെ മോഹിച്ച് തെക്കുന്ന് താലി കെട്ടിക്കൊണ്ടുവന്നതാണ്. അവളെൻ്റെ പ്രാണനായിരുന്നു. ഞാൻ അവളെ കുറ്റം പറയില്ല, ഒക്കെ എൻ്റെ തെറ്റ് തന്നെ. ശേഖരേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പെണ്ണിൻ്റെ കാര്യത്തിൽ കാക്കക്കണ്ണായിരുന്നു. അങ്ങേരുടെ നോട്ടം അവളുടെ മേൽ വീഴാതെ ഒരുപാട് കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ എത്ര കാലം അത് നടക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരിടവപ്പ് അതിക്കാലത്ത് പനി പിടിച്ച് ഞാൻ കിടക്കുമ്പോൾ അങ്ങേരൻ്റെ വീട്ടിൽ കയറി വന്നു. അന്ന് അങ്ങേര് അവളെ കണ്ടു. ഒരുപാട് നേരം നോക്കിക്കൊണ്ടു നിന്നു, വർത്തമാനവും പറഞ്ഞു. അപ്പോഴൊക്കെ പരിക്കിടക്കയിൽ കിടന്ന് ഞാനങ്ങനെ പുളയുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അങ്ങേരുടെ നോട്ടം വീണാല് പിന്നെ പിന്നെ സുമതിക്കുട്ടിക്ക് എന്നെ കാണുന്നത് തന്നെ വെറുപ്പായി തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ അവളില്ല. പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഓർമ്മ വരുമ്പോൾ മോൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആളുകളൊക്കെ കൂടി എന്നെ വട്ടം പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ മീൻ വെട്ടണ കത്തിയും. അന്ന് അങ്ങേരെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതോടെ എല്ലാം തീരുമായിരുന്നു. എല്ലാം എല്ലാം എല്ലാം. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അങ്ങനെ ഞാൻ തോറ്റു, എല്ലാരോടും തോറ്റു.
ആണും പെണ്ണും കെട്ടവനെന്ന് നാട്ടുകാര് പറയാൻ തുടങ്ങി. ഗതി കെട്ടപ്പോ നാണമില്ലാതെ വീണ്ടും ഞാൻ ശേഖരേട്ടന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. ഒന്നും സംഭവിക്കാത്തതുപോലെ നിന്റെ അച്ഛൻ എന്നോട് പെരുമാറി. പക്ഷേ സുമതിക്കുട്ടി, അവളുടെ മുഖത്ത് എന്നും എന്നോട് പകയും വെറുപ്പുമായിരുന്നു. അവൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചവിട്ടി തേക്കുകയായിരുന്നു. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല മോനെ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയില്ലാത്തവന് ചെയ്യാൻ പറ്റണത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നു മാത്രം, ഒറ്റ. ഇനി മോൻ പറ, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു? അച്ഛൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ. ഞാനൊരു യാത്ര പോവുകയാണ് മാഷേ. ഒരു നീണ്ട യാത്ര. എങ്ങോട്ട്? അതെനിക്ക് തന്നെ അറിഞ്ഞൂടാ. കാണാത്ത നാടുകളിലൂടെ, പരിചയമില്ലാത്ത മണ്ണിലൂടെ ഒരു നീണ്ട യാത്ര. ഈ പൊരുളറിയാത്ത അലച്ചിൽ എനിക്ക് വിധിച്ചതാകാം. അങ്ങനെയെങ്കിലും മനസ്സിനിത്തിരി സമാധാനം കിട്ടുമെങ്കിൽ